നമ്മുടെ ഈ മുന്നോട്ടുള്ള പോക്ക് എന്ന കാര്യം കൂടെ നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള മനസ്സുകളുണ്ട്, ഭൗതിക മനസ്സും ഉപബോധ മനസ്സും. നമ്മുടെ ഉപബോധ മനസ്സ് ആണ് ലോകവുമായുള്ള ബന്ധമാണ്. അതിന് ആത്മാലോകത്തെക്കുറിച്ച് എല്ലാ ഓർമ്മകളും ഉണ്ട് എന്ന് പറയുകയാണ് റോഷൻ. താങ്ക് യു റോഷൻ. എന്തിനു വേണ്ടി ഓടുന്നത് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കേടിയ, ഓടുന്നത് ഇതിനു വേണ്ടിയാണ്. അതും നമ്മുടെ ഒരു ജോലിയാണ്, നമ്മുടെ ഒരു കർമ്മമാണ്. അങ്ങനെ എല്ലാവരും തപസ്സിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരച്ചുപോട്ടിലിരുന്ന് നമുക്ക് എന്തൊന്ന് മറ്റൊരു ചിന്തയില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം ഈ ഒരു ഉയർച്ചയിലേക്ക് എത്തൂലായിരുന്നല്ലോ. യെസ് റോഷൻ, എനിക്ക് ചിലപ്പോൾ ആ കണക്ഷൻ കിട്ടാറുണ്ട് എന്ന് KDR പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് KDR. പിന്നീട് നമ്മുടെ ഒരു കോമഡി ലൈവിൽ നമുക്കിതൊക്കെ ചർച്ച ചെയ്യും. എന്നിരുന്നാലും ഇന്നത്തെ തലമുറയിൽ മിക്ക ആളുകളുടെയും ഉപബോധ മനസ്സ് ഒരു നിദ്രയിലാണ്. കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നത് പരാജയപ്പെട്ടു. നമ്മൾ അത് കൂടുതൽ ഉപയോഗിക്കുന്തോറും അത് കൂടുതൽ സജീവമാകും എന്ന് പറയുകയാണ്. ഓക്കെ, എന്നിരുന്നാലും ഇന്നത്തെ തലമുറയിൽ മിക്ക ആളുകളുടെ ഉപബോധ മനസ്സ് ഒരു നിദ്രയിലാണ്. കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു. നമ്മൾ അത് കൂടുതൽ ഉപയോഗിക്കുന്തോറും അത് കൂടുതൽ സജീവമാകുമെന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി നമ്മുടെ ശാരീരികമായോ യുക്തിപരമായോ ആയ മനസ്സുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭൗതിക മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുക എന്നത് നല്ലതാണ്. ഉപബോധ മനസ്സിൻ്റെ നേതാവായി നിലനിർത്തുന്നത് നല്ലതാണ്. ഉപബോധ മനസ്സ് എപ്പോഴും ശരിയായ പാത തുടരുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും വിചിത്രമായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തെറ്റ് ചെയ്യുമ്പോൾ ഒരു പശ്ചാത്താപം ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്തു കഴിയുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് മനുഷ്യനാണ്. 90% എന്നാണ് ഉദ്ദേശിച്ചത് ഉപബോധ മനസ്സാണ് എന്ന് പറയുവാൻ KDR. 90% ഉപബോധ മനസ്സാണെങ്കിൽ നമ്മൾ ഈ എന്തോന്നു ഭൂമിയിൽ നമ്മൾ ഒരുപാട് 10% മാത്രം ബോധ മനസ്സ് എന്ന് പറയുവാണ്. നേരെ മറിച്ചാണ് എനിക്ക് തോന്നുന്നത് KDR. നമുക്ക് ബോധ മനസ്സാണ് കൂടുതൽ. ഉപബോധ മനസ്സ് നമുക്ക് ഇടയ്ക്ക് ഉറങ്ങുമ്പോഴൊക്കെ മാത്രമാണ് ഉണർന്നു വരാറുള്ളത്. റോഷൻ ചോദിച്ച ചോദ്യം എന്തോന്ന് KDR കേട്ടില്ലേ? അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യില്ല റോഷൻ. അറിയാതെ പറ്റിയാൽ ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കും എന്ന് പറയാൻ. ഓക്കെ, ഞാൻ ആ ആൻസറാണ് KDR എന്ന് പ്രതീക്ഷിച്ചത്. അതേ, മിക്കപ്പോഴും മനസ്സങ്ങനെയാണ്. ചിലപ്പോൾ അറിയാതെ ചില സാഹചര്യങ്ങളിൽ ചില തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാറുണ്ട്. ചിലപ്പോൾ വാക്കുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ നോവിക്കാറുണ്ടെങ്കിൽ ആ നോവിച്ചു കഴിഞ്ഞ് അപ്പോഴത്തെ ഒരു മാനസിക നിലയിൽ അങ്ങ് നോവിക്കുവാണെങ്കിലും പിന്നീട് നമുക്കതിനെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാവും സാധാരണ മനുഷ്യർക്കൊക്കെ എന്നാണ്. പിന്നെ ചില നിഷ്ഠൂരമായിട്ടുള്ള ആളുകൾക്ക് പിന്നെയും ആ പശ്ചാത്താപം തോന്നാതെ തന്നെ അവരതിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. അവർക്ക് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും പശ്ചാത്തപിക്കാറില്ല. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ആ കൊലപാതകത്തിൽ ചെയ്യുന്ന ഒരു നിമിഷത്തിൽ മാത്രമല്ല, അവർ വീണ്ടും അതിൻ്റെ മൈൻഡിലോട്ടാണ് പോണത്. അവർക്ക് ആ വിഷയത്തിൽ ഏത് പശ്ചാത്താപവുമില്ല. ഉപബോധ മനസ്സ് ഉണർന്ന ആളുകൾ കാശി രാമേശ്വരം പോകുന്നു. അദ്ദേഹത്താണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഉപബോധ മനസ്സ്, നമ്മുടെ ബോധ മനസ്സ് കുറച്ച് മാത്രമേ ഉണർന്നുള്ളൂ. അത് ചെറുപ്പം വലിപ്പം നോക്കാതെ മാപ്പ് പറയും ഞാനെന്ന് പറയുകയാണ് KDR. അതെ, ആരോടായാലും നമുക്കൊരു വാക്കുകൊണ്ടുള്ള വേദനിപ്പിച്ചാൽ അതിന് മാപ്പ് പറയുന്നതിൽ